വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും ഇനി വരാനിരിക്കുന്ന അതിഗംഭീരമായ എപ്പിസോഡുകളെക്കുറിച്ച് നീല് തന്നെ എക്സ്ക്ലൂസീവായിട്ട് പറഞ്ഞ അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നീലിൻ്റെ ഒരു റീസെൻറ്റ് ഇൻ്റർവ്യൂ ഇപ്പോൾ യൂട്യൂബിൽ പുറത്തു വന്നിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ ഉപ്പുമുളകിനെക്കുറിച്ചും ഇപ്പോൾ സീസൺ 3 ഇപ്പോൾ പുതിയ കഥാപാത്രങ്ങൾ വന്നതിനെക്കുറിച്ചും ഉപ്പുമുളകും ആർട്ടിസ്റ്റുകളെക്കുറിച്ചും ഉപ്പുമുളകും മുടിയനെക്കുറിച്ചും എല്ലാം വ്യക്തമായിട്ട് നീല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മുടിയൻ്റെ തിരിച്ചുവരവിനെ കുറിച്ചൊന്നുമല്ല, മുടിയൻ എന്നൊരു ആർട്ടിസ്റ്റ് എങ്ങനെയാണ് എന്ന രീതിക്കൊക്കെ. മാത്രമല്ല ഇൻ്റർവ്യൂ ഉടനീളം 5 മക്കൾ എന്ന രീതിക്ക് തന്നെയാണ്, ഷോയിലെ പോലെ 4 മക്കൾ എന്നല്ലാതെ 5 മക്കൾ എന്ന രീതിക്ക് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആങ്കർ ചോദിക്കേണ്ട, ഇപ്പം സീസൺ 3 ഇപ്പോൾ സീസൺ 1 നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു, പുതിയ കഥാപാത്രങ്ങളൊക്കെ കൊണ്ട് എന്ന രീതിക്ക് പറയുമ്പോൾ അതിനുള്ള റിയാക്ട് ചെയ്തതും നീലും ഇങ്ങനെ തന്നെയാണ്. അത് എവിടെയും ന്യൂസ് കേൾക്കുന്നുണ്ട്, എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുന്നുണ്ട്, എല്ലാവരും സീസൺ 1 പോലെ അടിപൊളിയാണ് എന്ന രീതിക്കാണ് പറയുന്നത് എന്ന രീതിക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരു ഡയലോഗ് കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന എപ്പിസോഡിന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ്. അത്രത്തോളം ഗംഭീരമായ എപ്പിസോഡുകൾ വരാനുണ്ട്, ഗംഭീരമായ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വരാനുണ്ട് എന്ന രീതിക്ക് ഉപ്പുമുളകിൽ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളെക്കുറിച്ചുള്ള എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് നീല് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരാനിരിക്കുന്നത് അതിലും ഇതുവരെ വന്നതിലും ഗംഭീരമായ എപ്പിസോഡുകളാണ് എന്ന് ഒഫീഷ്യലായിട്ട് നീല് തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കും. പുതിയ കഥാപാത്രങ്ങളും ഉള്ളിലേക്ക് വരാൻ പോവുകയാണ് എന്ന രീതിക്കും. അപ്പോൾ നമുക്കറിയാം ഉപ്പുമുളകിൽ ഇനി വരാനിരിക്കുന്നതിൽ ഏറ്റവും ഗംഭീരമായ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് സിദ്ധുവിൻ്റെയും മുടിയൻ്റെയും തന്നെയാണ്. മുടിയൻ്റെ ഇനി ഒരു കൊല്ലത്തിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മുടിയൻ ഇനി ഒരു കൊല്ലത്തേക്ക് അഗ്രിമെൻ്റ് ഏഷ്യനേറ്റുമായി ഉള്ളത് കൊണ്ട് തന്നെ ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരത്തില്ല. അപ്പോൾ അടുത്തൊരു തിരിച്ചുവരവ്, ഒരു ഗംഭീര തിരിച്ചുവരവ് എന്ന് പറയുന്നത് അത് സിദ്ധു എന്നൊരു കഥാപാത്രത്തിൻ്റെ തന്നെയായിരിക്കും. മാത്രമല്ല പുതിയ കഥാപാത്രങ്ങളും ഉള്ളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സീസൺ 3 വന്നിരിക്കുന്ന പുതിയ കഥാപാത്രങ്ങളെന്ന് പറയുന്നത് നന്ദൂട്ടിയും ശ്രീകുട്ടൻ്റെ വൈഫായിട്ട് വന്ന ഗൗരിയും പിന്നെ നിറം മുരളിയണ്ണൻ എന്ന് പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ പുതിയതായിട്ട് വന്നവരാണ്. അവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്വീകാര്യത തന്നെയാണ് ഉപ്പുമുളകും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതൊന്നുമല്ല, ഇതിന്നും ഗംഭീരമായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് നീല് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പുമുളകും സീസൺ 1 ഒരു അടിപൊളി എപ്പിസോഡുകളൊക്കെ നമുക്കിനി സീസൺ 3 എക്സ്പെക്ട് ചെയ്യാം. കാരണം സീസൺ 1 സെയിം ടീം ആയതുകൊണ്ട് തന്നെ എപ്പിസോഡുകൾ ഗംഭീരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഒരുപാട് തിരിച്ചുവരവുകളും സീസൺ 1 കഥാപാത്രങ്ങളെയും തിരിച്ചു കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. അതായത് സീസൺ 1 വന്നിട്ടുള്ളതും സീസൺ 2 ഇവർ ഒഴിവാക്കിയതുമായ കുറേ കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളെയൊക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഓട്ടോ ചന്ദ്രൻ, കനകം, നവാസ്, ശുക്കൂർ എന്നീ നിരവധി അനേകം കഥാപാത്രങ്ങൾ സീസൺ 1 സ്ഥിരമായിട്ട് വന്നിരുന്ന കഥാപാത്രങ്ങൾ സീസൺ 2 ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സീസൺ 3 വരുമ്പോൾ ഇപ്പോൾ സീസൺ 1 പോലെയാണ് സീസൺ 3 എന്ന രീതിക്ക് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അവരെല്ലാവരും തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും അടിപൊളിയായിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഒരു ഉപ്പുമുളകും ആരാധകൻ എന്ന രീതിക്ക് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ സീസൺ 1 ഏത് കഥാപാത്രത്തെ തിരിച്ചു കൊണ്ടുവരാനാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏത് കഥാപാത്രത്തെയാണ് നിങ്ങളിപ്പോൾ ഉപ്പുമുളകിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.